നമസ്കാരം. ഈ രാമായണ മാസക്കാലത്ത് നാലമ്പല ക്ഷേത്രത്തിന് പോകുന്നതിനു പകരം ഒരു ക്ഷേത്രത്തിൽ തന്നെ 4 പേരെയും ദർശനം നടത്താൻ ട്രെയിനിൽ പോയി വന്നാലോ? തൃശ്ശൂര് കുന്നംകുളത്തിനടുത്ത് ചിറളയം ശ്രീരാമക്ഷേത്രത്തിലാണ് ഈ അപൂർവ പ്രത്യേകത. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു മഹാക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം പോയി ചിലവ് ചുരുക്കി തിരിച്ച് വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ജയ് ശ്രീറാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നുമാണ്. ട്രെയിൻ നമ്പർ 16347 മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി 8:55 പുറപ്പെട്ട് കോട്ടയം വഴി മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഈ ട്രെയിൻ രാത്രി ഒരു 10:15 കൊല്ലത്തെത്തും. കൊല്ലത്ത് നിന്നും തൃശ്ശൂരിലേക്ക് സ്ലീപ്പറിലാണ് നമ്മുടെ യാത്ര. ഒരാൾക്ക് 180 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ട്രെയിൻ തൊട്ടടുത്ത ദിവസം പുലർച്ചെ ഒരു 3:20 കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 AC വെയിറ്റിംഗ് ഹോളുണ്ട്. മണിക്കൂറിന് 30 രൂപയാണ് ചാർജ്. അവിടെ കയറി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷ് ആയതിനു ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ക്ലോക്ക് റൂമിൽ ലഗേജ് കൊണ്ടുവച്ചു. 24 മണിക്കൂറത്തേക്ക് 20 രൂപയാണ് ലഗേജ് സൂക്ഷിക്കാനുള്ള ചാർജ്. അങ്ങനെ സമയം രാവിലെ 5 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി. ഒരു 50 മീറ്റർ നടന്നാൽ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. കുന്നംകുളം പോകാൻ നമുക്ക് ഇവിടുന്ന് എപ്പോഴും ബസ് കിട്ടും. ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് നമ്മൾ കയറിയത്. ഒരാൾക്ക് 33 രൂപ ബസ് ടിക്കറ്റ്. ബസ് ഒരു 6 മണിയായപ്പോൾ കുന്നംകുളം ജംഗ്ഷനിലെത്തി. ഇനി അവിടുന്ന് നേരെ 50 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് ക്ഷേത്രത്തിലേക്കാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്ര സന്നിധിയിലെത്തി കേട്ടോ. ഭഗവാൻ ശ്രീരാമൻ ഇവിടെ പട്ടാഭിഷേക ഭാവത്തിലാണ് പ്രതിഷ്ഠ. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മൾ രാവിലെ ഇവിടെ എത്തുന്ന സമയത്ത് നല്ലൊരു മഴ, അതായത് ഇവിടെ അങ്ങോട്ട് എത്തിയ സമയത്ത് തന്നെ ഒരു നല്ലൊരു മഴ പെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങ് തോന്നുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മഹാക്ഷേത്രത്തിൽ ദർശനം നടത്താനായി വന്നത്. ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ് ഈ ഒരു ക്ഷേത്രത്തെ പറ്റി കേൾക്കാൻ ഇടയായി. അങ്ങനെ ഇവിടെ ദർശനം നടത്താനായി വന്നതാണ് കേട്ടോ. അടിപൊളി ക്ഷേത്രമാണിത്. ഈ രാമായണ മാസകാലത്ത്, അതായത് ഈ കർക്കിടക മാസത്തിൽ 4 ക്ഷേത്രങ്ങളിൽ പോയി 4 പേരെ ദർശനം നടത്തുന്നതിന് പകരം ഒരു ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും ദർശനം നടത്തി വരാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമെന്ന് എടുത്തു പറയാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി വരാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്താനായി വരണം. ദർശനം നടത്താനായി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അത് തീർച്ചയായും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും അവർക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി എന്നെ അറിയിക്കുക കേട്ടോ. വളരെ എളുപ്പമാണ്. ചിലവ് ചുരുക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, രാവിലെ എത്തിയ സമയത്ത് ഇവിടെ ഒരു മഴക്കാലമല്ല മഴ പെയ്തതുപോലെ ആയിരുന്നു. ഇപ്പോൾ അത് പെയ്ത് തോന്നുന്നു. ഇവിടെ ബാക്കിലായിട്ടൊരു വലിയ മരവും അവിടെ ഇട്ടൊരു പാടമൊക്കെ കാണാം. നല്ലൊരു കാഴ്ചയായിരുന്നു. ഭയങ്കര പ്രകൃതി രമണീയമായ, പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന ഒരു കുഞ്ഞു ക്ഷേത്രം. കാണാനും ഒരു ഭംഗിയാണ്. ഇവിടുത്തെ ക്ഷേത്രക്കുളം അതിമനോഹരമാണ് കേട്ടോ. ഞാൻ നിങ്ങളെ അതൊക്കെ കാണിച്ചു തരാം ഓരോന്നായിട്ട്. പഴമയോട് ഒരുപാട് പഴമയോട് ഇളം ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന് തന്നെ പറയാം. ഇതേ ക്ഷേത്രക്കുളത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ മീനൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കേട്ടോ. മീനുകൾ കൂട്ട് കൊടുക്കുന്നത് അത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഒരൊറ്റ സന്ദർശനം പരമ്പരാഗത നാലമ്പല ദർശനം നടത്തുന്നതിന് തുല്യമായി ആത്മീയമായി കണക്കാക്കപ്പെടുന്ന ഒരു മഹാക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളവും പിന്നെ അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാൻ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ബാത്റൂമും ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഭഗവാൻ ആഞ്ജനേയൻ്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ശ്രീകോവിലിനകത്താണ് ഭഗവാനും ഭഗവതിയും എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നത്. അപ്പം കോട്ടയം ഭാഗത്ത് നിന്ന് നാലമ്പല ദർശനം പോകുന്നവരാണെങ്കിലും നമ്മുടെ തൃശ്ശൂരാണെങ്കിലും എറണാകുളം ആണെങ്കിലും എല്ലാവരും തീർച്ചയായും ഈ ഒരു ക്ഷേത്രം ഒറ്റ ദിവസം വന്ന് ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. മറ്റു ക്ഷേത്രങ്ങളിൽ പോകണ്ട എന്നല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ കൂടി പാടില്ല. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു അറിവ് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറേ കൂടി നല്ലത്. എന്നാൽ കഴിയുന്നത് പോലെ നല്ല ക്ലിയർ ആയിട്ട് ഇവിടുത്തെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ ഭഗവാനും ചെയ്യുന്നതും ഭഗവതിക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. തന്ത്രി പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഏതൊരാൾക്കും ചിലവ് ചുരുക്കിക്കൊണ്ട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നൊരു മഹാക്ഷേത്രമാണ് ചിറളയം ശ്രീരാമ ക്ഷേത്രം. കണ്ടില്ലേ, രാവിലെ 6 മുതൽ 9:30 വരെയും വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയുമാണ് ഇവിടെ വഴിപാട് കൗണ്ടർ തുറന്നിരിക്കുന്നത്. അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളങ്ങനെ ഭഗവാന്റെ ദർശനം, 4 പേരുടെ ദർശനവും സീതാദേവിയും ആഞ്ജനേയ സ്വാമിയും എല്ലാവരുടെ ദർശനവും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടി എന്നുള്ളത് വളരെയധികം ഒരു സന്തോഷം തരുന്ന കാഴ്ചയാണ്. ഇവിടെ ഈ കാണുന്ന മരമുണ്ട്, അതിന് ചുറ്റും ഒരു പാടമുണ്ട്. വളരെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഭൂമി, ഒരു പുണ്യഭൂമി. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ രാമായണ മാസകാലത്ത് ഇവിടെ നിത്യവും അന്നദാനമുണ്ട്. നമ്മൾ എന്തായാലും ഭഗവാന്റെ സന്നിധിയിലെത്തിയിട്ട് അന്നദാനം കഴിക്കാതെ പോവില്ല. ഇതേ കണ്ടില്ലേ, നമ്മൾ അന്നദാനത്തിനായി ഇവിടെ കയറി. ഉപ്പുമാവും പഴവും ആണ് നമുക്കിപ്പോൾ കിട്ടും. കൂടെ ഒരു ചുക്ക് കാപ്പിയും നമുക്ക് കിട്ടുന്നതാണ്. വയറ് നിറച്ച് ഈ ഫുഡൊക്കെ കഴിച്ച്, ഭഗവാന്റെ പ്രസാദമാണിത്, ഈ ഒരു ഫുഡും കഴിച്ച് ഇവിടെ കുറച്ചധികം നേരം ഇരുന്നിട്ട് നമ്മൾ മടക്കയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ തന്നെയാണ്. ഇങ്ങോട്ട് വന്നതും ട്രെയിനിൽ തന്നെയാണ്, അങ്ങോട്ട് പോകുന്നതും ട്രെയിനിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ദർശനവും ഫുഡും എല്ലാം കഴിച്ച്, ഭഗവാന്റെ പ്രസാദവും എല്ലാം കഴിച്ച്, ഭഗവാന്റെ അടുത്ത് ഇനിയും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുള്ള മടക്കയാത്രയ്ക്കായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ദർശനവും കഴിഞ്ഞ് കുറച്ചധികം നേരം ക്ഷേത്രത്തിൽ ചിലവഴിച്ച് നമ്മൾ തിരിച്ച് തൃശ്ശൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ സമയം രാവിലെ 9:45 നമ്മുടെ തിരിച്ചുള്ള യാത്ര ട്രെയിൻ നമ്പർ 206-29 ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ ഒരു 11:35 ആകുമ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തും. 4:20 വൈകിട്ട് കൊല്ലം ജംഗ്ഷനിലെത്തും. സ്ലീപ്പറിൽ തന്നെ ആയിരുന്നു യാത്ര. ഒരാൾക്ക് 210 രൂപയായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിലെ ദർശന സമയം പറയാൻ ഞാൻ വിട്ടുപോയി. എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകിട്ട് 5:30 മുതൽ 7:20 വരെയുമാണ്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ശ്രീരാമജയം, 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 ശ്രീരാമജയം.